Okay, so we discussed chapter 1 in the first video. Now we are going to discuss chapter 2. What is that is being discussed in chapter? We already said that in chapter 1 to 4 and 5 is a general treatment of poetry. അല്ലേ ഒരു ജനറൽ ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലാണ്ട് ഒരു ട്രാജഡിയെക്കുറിച്ച് മാത്രമോ അല്ലെങ്കിൽ കോമഡിയെക്കുറിച്ച് മാത്രമോ പറയുന്ന ചാപ്റ്ററിലല്ല ചാപ്റ്റർ 1 to 4 and 5. In this chapter 1 to 4 and 5 ഇറ്റ്സ് എ ജനറൽ കമ്പാരിസൺ ബിറ്റ്വീൻ പോയിട്രി അല്ലേ. ഇതൊക്കെ പോയിട്രിന് എല്ലാ പോയിട്രിനെയും കുറിച്ചും കമ്പാരിസൺ വരുന്നുണ്ട് ഈ ചാപ്റ്റർ 1 to 5 വരെ. ഓക്കെ, ദെൻ ഇനി അടുത്തത് ചാപ്റ്റർ 2 പറഞ്ഞതാണ് ഒബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ. നമ്മൾ മീഡിയം ഓഫ് ഇമിറ്റേഷൻ നമ്മൾ ഫസ്റ്റിൽ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഹി ഡിസ്കസ് അബൌട്ട് ഒബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ അല്ലേ. അത് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്, നമ്മൾ എന്തായിരിക്കും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റ് പഠിച്ചല്ലേ. ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ 2 ഹി എക്സ്പ്രസ് ഓർ ഹി പ്രസൻറ്റ് what is being imitated in different kinds. ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ we have already learned that Aristotle explains that all poetry and arts imitate men in action അല്ലേ, actions of men അല്ലേ. അതായത് നമ്മൾ പീപ്പിൾസ് അല്ലെങ്കിൽ മെന്നിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്ത് എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. ഇൻ വിച്ച് വേസ് അല്ലേ. This means they represent people doing something or experiencing something. These people or characters can portray it in 3 different ways. ഇത് പറയുന്നുണ്ട് നമുക്ക് ഈ മെൻ ആക്ഷൻസ് ഓഫ് മെൻ നമുക്ക് 3 different ways നമുക്ക് എന്ത് ചെയ്യാം, വി കൻ പോർട്രേ അല്ലേ. നമുക്ക് 3 different ways നമുക്ക് എന്ത് ചെയ്യാം, ഈ നമുക്ക് പോർട്രേ ചെയ്യാം. വിച്ച് ആർ 3 different ways? ഫസ്റ്റ് വൺ ഈസ് എലിവേറ്റഡ് ഡെപ്പിക്ഷൻ ഓർ better than they are. Next one, debased depiction, which means worse than they are. Third one, realistic depiction as they are. Realistic depiction as they are അല്ലേ. സിമ്പിളാണ് മൂന്നും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്, ഒന്ന് ഡീറ്റെയിൽഡ് പോകുന്നു മാത്രം കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബെറ്റർ ദാൻ ദേ ആർ? ദിസ് മീൻസ് ഷോയിങ് പീപ്പിൾ ആസ് നോബിളർ, ബ്രേവർ ഓർ മോർ വിച്ചസ് ദാൻ ദേ ആർ ഇൻ റിയൽ ലൈഫ്. നമ്മൾ കോമഡി ഒരു ട്രാജഡിയിൽ നമ്മൾ ഒരാളെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാണ്. ഹൗ വി കൻ പ്രസൻറ്റ് ട്രാജഡി ബെറ്റർ ദാൻ ദേ ആർ അല്ലേ. അവർ എങ്ങനെയാണോ റിയൽ ലൈഫിൽ അതെങ്കിലും ബെറ്റർ ആയിട്ട് നമ്മൾ ട്രാജഡി എന്ത് ചെയ്യണം, ആളെ പ്രസൻറ്റ് ചെയ്യണം. ബെറ്റർ ദാൻ ദേ ആർ. ഹൗ ദേ ആർ ഇൻ ദ റിയൽ ലൈഫ് വി കാൺട്ട് ഇമിറ്റേറ്റ് ഇൻ ദ ട്രാജഡി. വി ഷുഡ് ഇമിറ്റേറ്റ് ഇൻ ട്രാജഡി ബെറ്റർ ദാൻ ദേ ആർ അല്ലേ. നമ്മൾ അവരെ എങ്ങനെയാണോ അതിനേക്കാൾ നമ്മൾ അവരെ ബെറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. ദ നെക്സ്റ്റ് വൺ, ഡീബേസ്ഡ് ഡെപ്പിക്ഷൻ. വാട്ട് ഡീബേസ്ഡ് ഡെപ്പിക്ഷൻ? വേഴ്സ് ദാൻ ദേ ആർ അല്ലേ. അവർ എങ്ങനെയാണോ റിയൽ ലൈഫിലുള്ളത് നമ്മൾ നേരെ അതിന് തിരിച്ച് ചെയ്യണം. ഇൻ കോമഡി this is the opposite of people are shown in was a worse, flawed or even comically bad compared to the real life. റിയൽ ലൈഫിൽ എങ്ങനെയാണ് അവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളവരെ എക്സ്പ്രസ് ചെയ്യും. എക്സാമ്പിൾ, എ ക്ലൗൺ ഇൻ എ കോമഡി ഈസ് എക്സാജറേറ്റഡ് ടു സീ മോർ ഫൂളിഷ് ഓർ സില്ലി ദാൻ എ റെഗുലർ പേഴ്സൺ അല്ലേ. നമ്മൾ വാട്ട്സ് ക്ലോൺ, നമ്മൾ ഈ കോമഡിയെ കാണാൻ നമുക്ക് ഓരോ വേഷം കിട്ടിയ ആൾക്കാരുണ്ടാവും അല്ലേ. അവർ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, മോർ എക്സാജറേറ്റഡ് ടു സീ മോർ ഫൂളിഷ് അല്ലേ. അവർ അവിടെ ഇവിടെ ഒരു ചായയൊക്കെ തേച്ച് കുറേ ഒരു മാസ്ക് കൊടുത്തിട്ടില്ല നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വൈ? ടു സീം മോർ ഫൂളിഷ് ഓർ സില്ലി ദാൻ റെഗുലർ പേഴ്സൺ. നെക്സ്റ്റ് വൺ, റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ആസ് ദേ ആർ അല്ലേ. ഹിയർ ദ ക്യാരക്ടേഴ്സ് ആർ ഷോൺ എക്സാക്ട്ലി ആസ് ദേ ആർ ഇൻ റിയൽ ലൈഫ്. അവർ എങ്ങനെയാണോ റിയൽ ലൈഫിലുള്ളത് അതുപോലെ നമ്മൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ പ്രസൻറ്റ് ചെയ്യും വിത്തൗട്ട് എക്സാജറേഷൻ. ഒരു എക്സാജറേഷൻ ഒന്നും ഉണ്ടാവില്ല. ആസ് ദേ ആർ, അവരെങ്ങനെയാണോ റിയൽ ലൈഫിലുള്ളത് അതുപോലെ നമ്മൾ ഇവരെന്ത് ചെയ്യും, നമ്മളെ പ്രസൻറ്റ് ചെയ്യും. റിയലിസ്റ്റിക് ഡ്രാമാസ് ഓർ ബയോഗ്രഫീസ് വെർ ക്യാരക്ടേഴ്സ് ബിഹേവ് ജസ്റ്റ് ലൈക്ക് ഓർഡിനറി പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഹി വാണ്ടഡ് ടു ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഒബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ പറഞ്ഞു, ബെറ്റർ ദാൻ ദേ ആർ, വേഴ്സ് ദാൻ ദേ ആർ ആൻഡ് ആസ് ദേ ആർ അല്ലേ. ഇത് ഇയാൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പറയാണ്. ഹി നീഡ്സ് ടു പ്രസൻറ്റ് ദീസ് 3 തിങ്സ് ഇൻ an example from പെയിൻറ്റിങ്. എവിടെ നിന്നാണ് ഇയാൾ ഇതിനുള്ള ഇതെടുക്കുന്നത്, അരിസ്റ്റോട്ടിൽ എടുക്കുന്നത് എക്സാമ്പിൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം പെയിൻറ്റിംഗ് എന്നാണ് ഇയാൾ അതിനുള്ള എക്സാമ്പിൾ എടുക്കുന്നത്. അരിസ്റ്റോട്ടിൽ എക്സാമ്പിൾസ് എടുക്കുന്നത് പെയിൻറ്റിംഗ് എന്നാണ്. അരിസ്റ്റോട്ടിൽ യൂസസ് പെയിൻറ്റിംഗ് ആസ് എൻ എക്സാമ്പിൾ ടു ഷോ ഹൗ ദീസ് 3 സ്റ്റൈൽസ് ക്യാൻ ഓൾസോ അപ്ലൈ ടു വിഷ്വൽ ആർട്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഇമിറ്റേഷൻ വിഷ്വൽ ആർട്ടിലേക്കും കൂടി നമ്മൾ എങ്ങനെ എക്സിബിറ്റ് ചെയ്യാൻ ഇതിൽ പറയുന്നത്. ഹി റെഫേഴ്സ് ടു ദ 3 പെയിൻറ്റേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. ഇതൊക്കെ അതിൽ പറയുന്ന പോയിൻ്റ് ആട്ടോ, ഓർത്തങ്ങനെ മറന്നു പോയിട്ടോ. ഹി റെഫേഴ്സ് ടു ദ 3 പെയിൻറ്റേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. 3 അപ്രോച്ചുകളുള്ള 3 പെയിൻറ്റേഴ്സിന് എടുക്കുന്നുണ്ട് വിത്ത് ദ 3 അപ്രോച്ചസ്. ഫസ്റ്റ് വൺ ഈസ് പോളിഗ്നോട്ടസ്. ഗ്രീക്ക് പെയിൻറ്ററാണ് പോളിഗ്നോട്ടസ്. ബെറ്റർ ദാൻ റിയാലിറ്റി. ദിസ് പെയിൻറ്റർ ക്രിയേറ്റഡ് ഇമേജസ് ഓഫ് പീപ്പിൾ ഹൂ ലുക്ക്ഡ് നോബിളർ, സ്ട്രോങ്ങർ ഓർ മോർ ഹീറോയിക് ദാൻ ഇൻ റിയൽ ലൈഫ്. ഇയാൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത്, എങ്ങനെയാണ്? ഹി
always paint the pupil who look nobler or stronger or more heroic. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ രാജാക്കന്മാർ ചിത്രം കണ്ടങ്ങൾ, രാജാക്കന്മാർ ചിത്രം ഭയങ്കര ഒരു അവരെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആയിരിക്കില്ല അവരുടെ ചിത്രം വരുന്ന സമയത്ത്. ഭയങ്കര നോബ്ലറായിരിക്കും, ഭയങ്കര ഹീറോയിക് ഒരു സംഭവം ഉണ്ടാവും, ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. അങ്ങനെയുള്ള പെയിൻറ്റിങ്സ് വിളിക്കുന്ന പേര് നമ്മൾ ആസ് ബെറ്റർ ദാൻ ദേ ആർ. Example, think of paintings of gods or historical heroes that look idealized and perfect. Clear alle? So he took from the painting, first one Polygnotus, then second one Poison. Poison is also a Greek painter, and he depicted or he presented the pupil as worse than they are. Poison painted pupil in a less noble or flawed way, emphasizing their imperfections. ഇയാൾ എംഫസൈസ് എന്തായിരുന്നു? ഇംപെർഫെക്ഷൻസ് ആണ് എന്തത് ഇയാൾ എംഫസൈസ് ചെയ്തത്. എക്സാമ്പിൾ, കാർട്ടൂൺസ് ഓർ കാരിക്കേച്ചേഴ്സ് ദാറ്റ് എക്സാജറേറ്റ് ഫണ്ണി ഓർ അൺഫ്ലാറ്ററിങ് ട്രേറ്റ്സ്. നമ്മൾ കാർട്ടൂൺസും കാരിക്കേച്ചേഴ്സും നമ്മൾ വരയ്ക്കുന്നത് എന്തിനാണ്? നമ്മൾ ടു എക്സാജറേറ്റ് ഫണ്ണി ഓർ അൺഫ്ലാറ്ററിങ് ട്രേറ്റ്സ് അല്ലേ? ദാറ്റ്സ് വൈ വി ആർ യൂസിങ് കാരിക്കേച്ചേഴ്സ് ഓർ കാർട്ടൂൺസ് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ഡൈനീഷ്യസ് ടേൺ ടു റിയൽ ലൈഫ്. ഡൈനീഷ്യസ് ആണ് വരച്ചത്. ഡൈനീഷ്യസ് ഡെപ്പിക്റ്റഡ് pupil exactly as they were. അവർ എങ്ങനെയാണോ അതുപോലെ ഡൈനീഷ്യസ് ഡെപ്പിക്റ്റ് ചെയ്തത്. ഫോക്കസ് ഓൺ റിയലിസം ആൻഡ് ആക്യുറസി. അവരെങ്ങനെയാണോ കറക്റ്റ് ആ ഒരു മോഡൽ തന്നെയാണ് ഇവരെ വരച്ചതെന്നാണ് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഓക്കെ, സോ ഈ മൂന്ന് എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, മറന്നു പോരുത്. അടുത്തത് ഡൈവേഴ്സിറ്റി ഓഫ് ഇമിറ്റേഷൻ. നിങ്ങൾ പറഞ്ഞതാണ് അരിസ്റ്റോട്ടിൽ അടുത്ത് പറഞ്ഞെന്താ? ഇമിറ്റേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു പെയിൻറ്റിങ് ഓർ പോയിട്രി. ഇമിറ്റേഷൻ എന്തല്ല, പെയിൻറ്റിങ്ങിലോ പോയിട്ടിലോ ലിമിറ്റ് നിൽക്കുന്ന സാധനമല്ല. ഇറ്റ് വേരീസ് അല്ലേ? ഇറ്റ് ഹാപ്പൻസ് ഇൻ മെനി ഫോംസ് ഓഫ് ആർട്ട് ഇൻക്ലൂഡിങ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ലാംഗ്വേജ്. ഈച്ച് ആർട്ട് ഫോം ക്യാൻ റെപ്രസെൻറ്റ് പീപ്പിൾ ഇൻ ദീസ് ത്രീ വേസ്, ബെറ്റർ, വേഴ്സ് ഓർ ആസ് ദേ ആർ. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ്, ഈ സംഭവം നമ്മൾ പോയട്രിയിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലോ നിൽക്കുന്ന സാധനമല്ല, ലിമിറ്റഡ് അല്ല. ഇറ്റ് വേരീസ്, ഇറ്റ് ഗോസ് ബിയോണ്ട് ദാറ്റ്. ഓക്കെ, so when it takes to dancing, dancers might use movements to imitate noble characters better, clumsy characters worse, or regular people true to life. അല്ലേ? ഇവരെങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എന്താണ്? ഡാൻസേഴ്സ് മൈറ്റ് യൂസ് മൂവ്മെൻറ്റ്സ് ടു ഇമിറ്റേറ്റ് നോബിൾ ക്യാരക്ടേഴ്സ് അല്ലേ? ഡാൻസേഴ്സ് എന്ത് ചെയ്യും? നല്ല ക്യാരക്ടേഴ്സിനാണ് നല്ല നോബിൾ സ്റ്റെപ്സ് വെച്ച് ഇവരെന്ത് ചെയ്യും? നല്ല ഇതുപോലെ അവർ അഭിനയിക്കും, നല്ലതുപോലെ ഡാൻസ് ചെയ്യും. വെൻ ഇറ്റ് ഗോസ് ടു ക്ലംസി ക്യാരക്ടേഴ്സ് അല്ലേ? ക്ലംസി ക്യാരക്ടേഴ്സ് എന്നല്ല, വേഴ്സ് ക്യാരക്ടേഴ്സിന് അഭിനയിക്കുമ്പോൾ എന്ത് ചെയ്യും? വേഴ്സ് സ്റ്റെപ്പ് വരെ വെക്കുക. ദെൻ or regular characters true to life. Next one, music, flute playing or lyre playing. He always used flute and lyre in his notes. Music can imitate emotions or actions. Music എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമോഷൻസും ആക്ഷൻസും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? മ്യൂസിക് അല്ലേ? നോബിൾ ഇമോഷൻസ് ലൈക്ക് ബ്രേവറി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ത്രൂ ഗ്രാൻഡ് അപ്ലിഫ്റ്റിംഗ് മെലഡീസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൂട്ടിലൂടെ അല്ലെങ്കിൽ ലയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേവറി ഓർ നോബിളായ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ല ഒരു ഗ്രാൻഡ് അല്ല അപ്ലിഫ്റ്റിംഗ് മെലഡീസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ ഒരു ഫിലിമിലൊക്കെ ഒരു വില്ലനെ വരുന്ന സമയം, ഒരു ഹീറോ വരുന്ന സമയത്തുള്ള എന്ത് ചെയ്യും? നല്ല അടിപൊളി മ്യൂസിക് കിട്ടില്ല നമ്മൾ ആളെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ ഫ്ലോഡ് ഇമോഷൻസ് ലൈക്ക് സാഡ്നെസ് ഓർ ആങ്കർ ക്യാൻ ബി ഇമിറ്റേറ്റഡ് വിത്ത് സ്ലോവർ ഓർ ഹാർഷ് സൗണ്ട്സ്. ദെൻ ലാംഗ്വേജ് ഇൻ പ്രോസ് ആൻഡ് വേർഡ്സ്. ലാംഗ്വേജിൽ ഈ സാധനം എന്ത് തരും? നമുക്ക് ഈ ഡിപ്പിക്ഷൻ വരുന്നുണ്ട്, ഈ കമ്പാരിസൺ വരുന്നുണ്ട്. ഹൗ ഇറ്റ് കംസ് ടു ലാംഗ്വേജ്. In storytelling, whether in prose and verse, writers use words to imitate characters in any of these three ways. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ മൂന്ന് വേകൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാം, നമുക്കവരെ മാറ്റി നിർത്താം. ബെറ്റർ ദാൻ ദേ ആർ എ ഹീറോ ഇൻ എൻ എപ്പിക് പോയം ലൈക്ക് ഹോമേഴ്സ് ഒഡീസി അല്ലേ? ഹോമേഴ്സിൻ്റെ ഒഡീസീസ് നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭയങ്കര ഹീറോ ആയിട്ട് നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. സോ he depicted as better than they are. Right. Then worse than they are, a foolish character in the comedy play, a Clouds by Aristophanes അല്ലേ? ക്ലൗഡ്സിൽ എങ്ങനെയാണ് നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? വേഴ്സ് ദാൻ ഡെയർ ആയിട്ട് നമ്മൾ ആ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലേ? ദെൻ ട്രൂ ടു ലൈഫ്, എ റിലേറ്റബിൾ ക്യാരക്ടർ ഇൻ നോവൽ ഓർ എ റിയലിസ്റ്റിക് സ്റ്റോറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇൻ പ്രോസ് ഓർ വേഴ്സിലാണ് വരുന്നത് കേട്ടോ. ഇൻ പ്രോസ് ഓർ വേഴ്സിലാണ് സാധനം വരുന്നത്. വേഴ്സ് മീൻസ് എപ്പിക് പോയട്രി ഓർ സംതിങ്. ഇൻ ഹോമേഴ്സ് ഇലിയഡ് ഓർ ഹോമേഴ്സ് ഒഡീസിയിൽ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് better than they are depicted ചെയ്യുന്നത് അല്ലേ? ഇൻ ക്ലൗഡ്സ് ഇൻ അരിസ്റ്റോഫേനസ് വി ഡെപ്പിക്റ്റഡ് ദ ക്യാരക്ടർ ആസ് വേഴ്സ് ദാൻ ദേ ആർ. അപ്പോൾ നമ്മൾ ലാംഗ്വേജിലും ഈ കമ്പാരിസൺ പോസിബിൾ ആണെന്നാണ് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. സോ അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് imitation isn't limited to painting or poetry. പെയിൻറ്റിങ്ങിലും പോയട്രിയിലും ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനമല്ല ഈ സാധനം. ഇറ്റ് ഗോസ് ബിയോണ്ട് ദാറ്റ്. ഇറ്റ് ഗോസ്
including music, art, dance, and language. So, ഇനി അടുത്തത് പറയുന്നുണ്ട് എക്സാമ്പിൾ ലിറ്ററേച്ചറിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ ഹൈലൈറ്റ്സ് ഹൗ ഡിഫറെൻറ്റ് ഓതേഴ്സ് ഇൻ ലിറ്ററേച്ചർ ഡെപ്പിക്ട് ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ദെയർ സ്റ്റൈൽ ഓഫ് ഇമിറ്റേഷൻ. ഇവരെങ്ങനെയാണ് ലിറ്ററേച്ചർ ഡെപ്പിക്ട്സ് ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ഓഫ് ഇമിറ്റേഷൻ. ഇവരെ ഇമിറ്റേഷൻ സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഡിഫർ ചെയ്യാൻ പറ്റും. ഹി പ്രൊവൈഡ്സ് എക്സാമ്പിൾസ് ഓഫ് 3 ഡിഫറെൻറ്റ് അപ്രോച്ചസ്. ഇനി അടുത്ത് പറയുന്നത് ബെറ്റർ ദാൻ ദേ ആണ്. നമ്മൾ ലിറ്ററേച്ചറിന് കുറച്ച് എക്സാമ്പിൾസ് എടുക്കുന്നുണ്ട്. Homer elevating characters better than they are. Homer, the famous epic poet, Iliad and Odyssey, portrays characters idealized, noble and heroic. His characters often have extraordinary courage, wisdom or strength, representing them as better than ordinary humans. ഇലിയറ്റിൽ എക്കിളിസോ അല്ലെങ്കിൽ നമ്മുടെ ഒഡീസിയസോ അവർക്ക് എന്താണ് ഭയങ്കര ഐഡിയലൈസ്ഡ് ഓർ നോബിൾ ഓർ ഹീറോയിക് ക്യാരക്ടേഴ്സ് അല്ലേ. ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമോ? ദേ വർ വെരി കറേജ്, ദേ വർ വെരി വിസ്ഡമാറ്റിക് പീപ്പിൾ, ദേ വർ വെരി സ്ട്രോങ്സ്റ്റ് പീപ്പിൾ ഇൻ ദി വേൾഡ്. നെക്സ്റ്റ് വൺ ക്ലിയോഫോൺ. ക്ലിയോഫോൺ എങ്ങനെ ഡെപ്പിക്ട് ചെയ്തത്? ക്ലിയോഫോൺ ഡെപ്പിക്ട്സ് ക്യാരക്ടേഴ്സ് ഇൻ എ റിയലിസ്റ്റിക് ആൻഡ് റിലേറ്റബിൾ വേ. ആസ് ദേ ആർ ആയിട്ടാണ് അവരെന്ത് ചെയ്തത്? ക്ലിയോഫോൺ ഡെപ്പിക്ട് ചെയ്തത്. ക്ലിയോഫോൺ ഡെപ്പിക്ട്സ് ക്യാരക്ടേഴ്സ് in a realistic and relatable way. His portrayal focused on showing people as they are in real life without exaggeration or idealization. ഇയാളുടെ എക്സാമ്പിളൊന്നും പോയിറ്റിക്സിൽ പറയുന്നില്ല. ബട്ട് ഈ ബെറ്റർ ദാൻ ദെയറിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹോമറിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇലിയഡിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അതുപോലെ ഒഡീസിൻ്റെ എക്സാമ്പിളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് ജസ്റ്റ് ഓർത്ത് വെക്കാൻ മറന്നു പോകരുത്. ദെൻ ഹെജിമൺ ഓഫ് താസോസ് ആൻഡ് നിക്കോകാരസിൻ്റെയും ഹെജിമൺ ഓഫ് താസോസിൻ്റെയും എക്സാമ്പിൾസ് എന്തിനാണ് പറയുന്നത്? വേഴ്സ് ദാൻ ദെയർ ആയിട്ടാണ് പറഞ്ഞത് അല്ലേ. Parody and debasement. The authors used parody. What's parody? It's a type of poetry. Parody and exaggeration to make characters look worse than they are. They often focused on flaws, weakness, or foolishness. Sometimes use in a humorous way. Thaisosum and also Nicocaris is an example of their writers of parody. Parody writers are main. So they represented the people, or they represent the characters in a more humorous way, or they often focused on flaws, weakness and foolishness, sometimes in a humorous way. Hegemon of Thassos, known for his parodies, and Nicocaris, author of Deliad, exaggerated the characters' flows of comedic effect, much like modern satire. Deliad, അതിൽ പറഞ്ഞ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഹെജിമൺ ഓഫ് താസോസും നിക്കോക്കറിസും വേഴ്സ് ദാൻ ദെയർ ആയിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. Then dithyrambs and gnomes. Even in musical poetry like dithyrambs, lyric poetry, and gnomes, sung poetry, Aristotle explains that poets represent characters differently depending on their creative style. He uses the Cyclopus, mythical one-eyed giant, to illustrate this. Cyclopus ആരാണ്? വൺ ജയൻറ്റ്, വലിയൊരു വൺ-eyed ജയൻ്റ് ആണ്, ഒരു ഒറ്റ കണ്ണുള്ള ഒരു ജയൻ്റാണ്. ഒരു ഗ്രീക്ക് മിത്താണത്, ഗ്രീക്ക് ഹീറോ ആണ്, മിത്താണ്. ഈ സൈക്ലോപ്പസിനെ എങ്ങനെയാണ് ഇവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? in dithyrambs and or in gnomic poetry, how they represented. Timotheus elevating the Cyclopus. Timotheus was a poet ആയിരുന്നു. Timotheus portrayed Cyclopus as better or nobler than their usual depiction. സൈക്ലോപ്പസിനെ ടിമോത്തിയസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ആസ് better or nobler in his lyric poetry. For instance, he might have given them a heroic or majestic quality, elevating them above their barbaric reputation. അവരുടെ ആ ഒരു മാക്സിമം ലെവലുള്ളൊരു നോബിൾ ആൻഡ് ഹയർ ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇയാൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. When it comes to Philoxenus debasing the Cyclopus, when it comes to Philoxenus പറഞ്ഞ ആറിലായിട്ട് അടുത്ത് വരികയാണെങ്കിൽ Philoxenus represented Cyclopus in a comic or grotesque manner. കോമിക് മാനറിലാണ് ആര് സൈക്ലോപ്പസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇൻ ഹിസ് വർക്ക്, ഫോക്കസിങ് ഓൺ ദ ഫ്ലോസ്, ക്ലംസിനെസ് ഓർ സാവേജറി. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മേക്കിംഗ് ക്യാരക്ടേഴ്സ് അപ്പിയർ വേഴ്സ് ദാൻ ദെയർ, ഓഫൻ ഫോർ ഹ്യൂമർ ഓർ ഡ്രമാറ്റിക് എഫക്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു, എന്താ പഠിച്ചു നമ്മൾ? ഡിത്രാംസിലും നോമിക്സിലും എല്ലാ സംഭവത്തിലും ഇമിറ്റേഷൻ വരുന്നുണ്ട്. ബെറ്റർ ദാൻ ദെയറും വേഴ്സ് ദാൻ ദെയറും ആൻഡ് ആസ് ദെയറും വരുന്നുണ്ട്. ഡാൻസിൽ വരുന്നുണ്ട്, ട്രാജഡി വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ഡിത്രാമിക് പോയറ്റിലും ഈ സാധനം വരുന്നുണ്ട്. ഓരോ സെക്ഷനിലും പറഞ്ഞു, ഓരോ എക്സാമ്പിൾസ് പറഞ്ഞു, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, മറന്നു പോകരുത് കേട്ടോ. അതൊക്കെ എൻ്റെ ക്ലാസ് കേട്ട് നിങ്ങൾ നോട്ട്സ് ചെയ്തണം. സിമ്പിൾ നോട്ട്സ് ചെയ്തെടുത്താൽ മതി, വേറെ ഡീറ്റെയിൽഡ് നോട്ട്സ് വേണമെന്നില്ല, പക്ഷേ സിമ്പിൾ നോട്ട്സ് ചെയ്ത് എഴുതിയിരിക്കണം, മറന്നു പോകരുത്. When it comes to Dithyramic and gnomic poetry വരുമ്പോഴാണ് Timotheus and Philoxenus, they represented Cyclopus as in different ways. The next one, tragedy versus comedy. അടുത്ത പറയുന്നതാണ് ട്രാജഡിയും കോമഡി തമ്മിൽ ഡിഫറൻസസ് ആണ് അടുത്തൊരു
പോയിന്റിൽ അടുത്ത ലൈൻസിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ എക്സ്പ്ലെയിൻസ് ദ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാജഡി ആൻഡ് കോമഡി ബേസ്ഡ് ഓൺ ഹൗ ദേ ഇമിറ്റേറ്റ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടേഴ്സ്. ഇതിൽ മെയിൻ ഡിഫറൻസ് രണ്ടും നമുക്കറിയാം. ഇറ്റ്സ് എ പ്രസൻറ്റേഷൻ ഓഫ് ആക്ഷൻ ഇൻ എ ലൈവ് ഓൺ സ്റ്റേജ് അല്ലേ, ഒരു ലൈവ് സ്റ്റേജ് നടക്കുന്ന പ്രസൻറ്റേഷനാണ്. ഇറ്റ് യൂസസ് കോറസ് യൂസ് ചെയ്യും, എല്ലാ സമയം യൂസ് ചെയ്യും. ബട്ട് ഓൺലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ട്രാജഡി ആൻഡ് കോമഡി ഈസ് വാട്ട്, ഹൗ ദേ ഇമിറ്റേറ്റ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടേഴ്സ് അല്ലേ, അവരെങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്, ഹ്യൂമൻ ബിഹേവിയർ ആയിക്കോട്ടെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ. ഇഫ് they have imitated the human characters' flowness or foolishness or ridiculous, it comes under comedy. If they are imitating the characters nobler or greater or strongest, that comes under tragedy. Comedy representing characters as worse than they are. ഇനി എങ്ങനെയാണ് കോമഡി പ്രസൻറ്റ് എങ്ങനെയാണ് വേഴ്സ് ദാൻ ദെയർ ആണ് കോമഡി പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. കോമഡി ഫോക്കസ് ഓൺ എക്സാജറേറ്റിംഗ് ഫ്ലോസ്, വീക്ക്നെസ്സസ് ഓർ റിഡിക്കുലസ് ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. These portrayals are often humorous and aim to entertain by showing the absurdity or foolishness of the human behavior. നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ അബ്സോർഡിറ്റി ഫൂളിഷ്നെസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കോമഡി നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇൻ എ കോമഡി പ്ലേ എ ക്യാരക്ടർ മൈറ്റ് ബി ഷോൺ ആസ് ഓവർലൈ ഗ്രീഡി ഓർ ഫൂളിഷ് ലീഡിങ് ടു ഫണ്ണി സിറ്റുവേഷൻസ്. ഗ്രീഡി ആയിരിക്കും, ഭയങ്കര ഫൂളിഷ്നെസ് ആയിരിക്കും, ലീഡിങ് ടു ഫണ്ണി സിറ്റുവേഷൻസ്. അത് ഒരു ഫണ്ണി സിറ്റുവേഷനിലേക്ക് ആ സാധനം മൂവ് ചെയ്ത് പോകും. Then when it comes to tragedy, representing characters as better than they are. എന്താണ് അവരെത്ര നന്നാക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അത്ര നന്നാക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്യും അല്ലേ. ട്രാജഡി ഓൺ ദ അതർ ഹാൻഡ് പോർട്രേസ് ക്യാരക്ടേഴ്സ് ആസ് നോബിൾസ്, വിർച്വസ് ഓർ ഹീറോയിക്. നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ക്യാരക്ടേഴ്സിനെ നോബിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, ആൻഡ് വിർച്വസ് ആയി റെപ്രസെൻറ്റ് ചെയ്യും, ആൻഡ് ഓൾസോ ഹീറോയിക്കായി നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. ദീസ് ക്യാരക്ടേഴ്സ് മൈറ്റ് ഫേസ് ഗ്രേറ്റ് ചാലഞ്ചസ് ഓർ മോർ ഡയലമാസ്, ഷോയിങ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമാനിറ്റി ഈവൻ ദെയർ സഫറിങ്. ഇവർക്ക് എന്തുണ്ടാവും, ചലഞ്ചസ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, മോർ ഡയലമാസ് ഉണ്ടാവും, ആൻഡ് ഷോയിങ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ഹ്യൂമാനിറ്റി ഈവൻ ദെയർ സഫറിങ്. ഇവരൊക്കെ സഫർ ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഹ്യൂമാനിറ്റി ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അവർ പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. എക്സാമ്പിൾ, ഷേക്സ്പിയർസ് ഹാംലെറ്റ്, ദ പ്രൊട്ടാഗണിസ്റ്റ് സ്ട്രഗിൾസ് വിത്ത് ഡീപ്പ് എത്തിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് റെപ്രസെൻറ്റിംഗ് ദ ട്രബിലിറ്റി ആൻഡ് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഹാംലെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ ഒരു ക്വാളിറ്റി അവനെ കളയുന്നില്ല അല്ലേ. വൈ ടു ബി ഓർ നോട്ട് ടു ബി പറയുന്നില്ലേ, അവനെ കൊല്ലണ്ടേ, അതെന്താണ്, തൻ്റെ അച്ഛനെ കൊന്ന് ആളെ കൊല്ലാൻ നിൽക്കുകയാണ്, പക്ഷേ ഹി വാസ് ഇൻ പ്രേയിങ് അല്ലേ, അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു സംഭവം ട്രാജഡിയിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ദെൻ കീ ഡിഫറൻസ്, കോമഡി ഈസ് മെൻറ്റ് ടു പ്രൊവോക്ക് laughter and highlight human imperfections. Tragedy is meant to evoke admiration and pity, showcasing the human greatness and resilience in the face of suffering. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ 2 വരുന്ന മെയിൻ പോയിൻറ്റുകൾ. ഇത് ഞാൻ ഓരോ ലൈനും വിടാണ്ട് വായിച്ചുണ്ടാക്കിയ നോട്ട്സാണ്, ക്ലാസ്സാണ്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും, ക്ലാസ് ഇരുന്ന് കാണണം. കാരണം ക്രിറ്റിസം പാർട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റാണ് നമ്മുടെ ഈ പോയറ്റിക്സ് എന്ന് പറയുന്നത്. ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സിൽ ഡീകൺസ്ട്രക്ഷൻ പോലുള്ള കുറച്ച് പാർട്ടുകളെ പോലെ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ മാത്രം നിവൃത്തിയിൽ ഒരൊറ്റ പോയിൻറ്റും വിട്ടു പോകരുത്. ഒരു മാർക്ക് നമുക്ക് പോയാൽ നമ്മൾ 30-40 റാങ്ക് താഴെ പോകും. അത് എപ്പോഴും ഓർമ്മ വേണം. അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും എഴുതിയെടുക്കുക, എല്ലാ പോയിൻറ്റ്സും നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സോ വിൽ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.